വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുതിയൊരു വിശേഷമൊക്കെ നമ്മുടെ ഫാമിലിയിലുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ഒരു സൈക്കിൾ കുറേ ആയിട്ടാ പറയുന്നത് സൈക്കിൾ പോകണം. അപ്പൊ നമ്മൾ ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ പിന്നെ പിന്നെ പിന്നെന്ന് പറഞ്ഞിട്ട് ക്ഷമ നശിച്ചിട്ട് ഇപ്പൊ പറഞ്ഞു എനിക്ക് ഈ ഏപ്രിൽ മാസം കഴിയുന്നതിന് മുന്നേ കിട്ടണമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പോയി നോക്കാന്ന് ചോദിച്ചു. ആദ്യം കോഴിക്കോട് പോകാന്ന് ചോദിച്ചെടുക്കാത്ത ചോദിച്ചു. എന്തായാലും നമുക്ക് തലശ്ശേരി ഒന്ന് നോക്കാം. ഇന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ തലശ്ശേരി തന്നെ എടുക്കും, അല്ലെങ്കിൽ ഒന്ന് കോഴിക്കോട് വരെ പോകാന്നുണ്ട്. അറിയില്ല, ഇന്ന് നോക്കിയിട്ട് നമ്മളെല്ലാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇറങ്ങാല്ലേ ശ്രീകട പോലെ ഷൂ എല്ലാം റെഡിയാക്കുന്നതായിരിക്കില്ല. അപ്പൊ നീ നേരെ വീഡിയോയിലൊക്കെ. ശ്രീകുട്ടി, നീ ഇന്നിട്ടേക്കുന്ന എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സല്ലേ? അതാണ് അമ്മേന്റെ ഏച്ചി പപ്പി അമ്മൂമ്മ തന്നതാണ് അവളെ ഇന്നിട്ടേക്കുന്ന ഡ്രസ്സ്. പിന്നെ നമ്മള് പ്ലാന് ചെറുങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് തലശ്ശേരി അല്ല പോകുന്നേ, നമ്മുടെ ഇരിക്കൂറല്ല, ഇരിക്കൂറ. അപ്പൊ അവിടെ നല്ല കളക്ഷൻ ഉണ്ട് എന്നൊക്കെ ഏട്ടൻ പറയുന്നുണ്ട്, ഞാനറിയില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇപ്പൊ നമ്മള് മട്ടന്നൂര് കഴിഞ്ഞ് ഇനി നേരെ ഈ കുറേക്ക് പോവാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് എന്റെ സൈക്കിൾ കിട്ടും. ഭയങ്കര എക്സൈറ്റ്മെന്റ്. കിട്ടിയില്ല ശ്രീകുട്ട, കിട്ടിയില്ല. ഇനി എത്ര ദൂരമുണ്ട് നോക്കിയിട്ട്? എത്ര? 3 മിനിറ്റിലെത്തും. 15 കിലോമീറ്ററേ ഉള്ളൂ. 1.5 കിലോമീറ്റർ. 1.5. ശ്രീകുട്ടാ, നീ പോയാ? കിട്ടിയാ? എത്ര? 3 മിനിറ്റ് ഉണ്ട്. പുറത്ത് നല്ല ചൂട്. തളിപ്പറമ്പ് എത്തണം. തളിപ്പറമ്പാ? ഇരിക്കൂർ വന്നിട്ട് തളിപ്പറമ്പ് എത്തിയാ? അത് കഴിഞ്ഞ് കുറച്ച് പോകണമെന്നിട്ടില്ലേ? നല്ല രസമുണ്ട് അല്ലേ ശ്രീകുട്ടി? ഡ്രസ് വീഡിയോ കാണാൻ നല്ല രസമുണ്ട്. റെഡ്. എല്ലാരും ചോദിക്കും ഫംഗ്ഷൻ എന്താ ചോദിക്കും. നമ്മൾ ലോങ് വീഡിയോ ഇടാത്തതുകൊണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ. സെറമണി ശ്രീകുട്ടിയുടെ 23rd അല്ലേ? 23rd അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇവർക്ക് ഒരുപാട് പേര് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് അമ്മയുടെ ചേച്ചി പപ്പി അമ്മൂമ്മ അല്ലേ, പത്മിനി എന്നാണ് പേര്. പപ്പി അമ്മൂമ്മ കൊടുത്ത ഡ്രസ്സാണ് ഇന്ന് അവൾ ഇട്ടേക്കുന്നത്. നമ്മള് സ്പോട്ടിലെത്തിയല്ലേ? ശ്രീകുട്ടന്റെ സൈക്കിൾ നോക്കാൻ ഇവിടെ എത്തി. നമുക്കെന്നാലും പോയി നോക്കാം. ശ്രീകുട്ട ഇറങ്ങിക്കോ. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ MR ഒക്കെ ഇല്ലേ? സൈക്കിള് മാത്രമല്ല, ഇതുപോലത്തെ കുട്ടികളെ ചെറിയ സ്കൂട്ടറൊക്കെ വരുന്നുണ്ട്. ശ്രീകുട്ട നോക്കിയാ? നീ പപ്പന്റെ കൂടെ ഇങ്ങനെ നടക്കണ്ട, നീ നോക്കിക്കോ. എങ്ങനത്തെ നോക്കുന്ന മോഡൽ ഏതാ?
ശ്രീകുട്ടനെ എങ്ങനത്തെ നോക്കുന്നത്? പിന്നെ ഇത് ഭയങ്കര വലുപ്പമുള്ളല്ലേ? അത് ഓന് ശരിയാവില്ല കേട്ടോ. അത് ഇത് ഭയങ്കര വലുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടെ ഇതെല്ലാം എങ്ങനത്തെയാണ് ഈ വെച്ച് ഇതൊക്കെ എങ്ങനത്തെയാണ്? ഇത് ആ പുറത്തുള്ളത് എങ്ങനത്തെ ടൈപ്പ്? അത് ഗേൾസിന്റെ അതന്നെ ഇവിടെ ലൈറ്റ് കുറവാണ്, ക്ലാരിറ്റി കുറവാണ് ഇവിടെ. എന്തായി ചേട്ടാ, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ ഇതിൽ? ഇവിടെ കുറേ എണ്ണം നോക്കിയവന് കുറേ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അവന് മനസ്സിന് പിടിച്ചിട്ടില്ല, ഒന്നും മനസ്സിന് പിടിച്ചില്ല. ഗിയർ ശ്രീകുട്ടി, അത് ഗിയർ ഉള്ളതല്ലേ? ഗിയറുള്ളതാണ് ഇവന് വേണ്ടതെന്ന് പറയുന്നത്. ഇത് 3 സൈസ് ടയർ, അത് 4 സൈസ് ആണ്. അതാണ് ഡിഫറൻസ്. അതെന്താ റേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ്? 15,500. ഗിയറിന്റെ ഓരോന്ന് ഗിയർ മാറ്റാം. അത് മാറും അല്ലേ? ഇത് മുന്നോട്ട് വരും, ബാക്കോട്ട് തന്നെ കുറക്കവും കൂട്ടുകയും ചെയ്യുന്നേ. ഫ്രണ്ടും ബാക്കും ഗിയറുള്ള സൈക്കിൾ. ഇത് 24 ആവുന്നത്. എന്താ പൊട്ടിക്കുന്നത്? ഇടപ്പം കഴിഞ്ഞാൽ ഒന്നും എനിക്കിങ്ങനെ പൊട്ടിച്ച് നോക്കണം, എന്നാലൊക്കെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ആരോടും പറയണ്ട. എന്നാ ശ്രീകുട്ടി നീ ചെയ്യുന്നേ? ആഹാ, അടിപൊളി. നീ എന്നെ കളിയാക്കുക, എന്നിട്ട് നീ ഇപ്പം ചെയ്യുന്നേ? ഇപ്പോൾ സൈക്കിള് നമ്മൾ ശ്രീകുട്ടന് ഇവിടെ വന്നിട്ട് എല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊന്ന് തലശ്ശേരിയും കൂടി നോക്കാം അല്ലേ ശ്രീകുട്ട? എൻ്റെ മുഖം ഭയങ്കര കറുപ്പടി നോക്കിയിട്ടുണ്ടടാ ഇതിൽ. തലശ്ശേരിയും കൂടി ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇത് അടിപൊളി ആണെങ്കിൽ നല്ല ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എവിടെയാണ് കറക്റ്റ് സ്പോട്ട് വരുന്നത്? എവിടെ? ഇരിക്കൂർന്ന് ശ്രീകണ്ഠാപുരം റോഡ് അല്ലേ? നമ്മൾ ഈ മാമാനത്ത് അമ്പലം ഇല്ലേ, അമ്പലം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു റോഡാണ്. അപ്പോൾ ഞാൻ ബോർഡ് ഫസ്റ്റ് കാണിച്ചിട്ടില്ല, അതാണ് വരുന്ന ഷോപ്പ്. എന്തായാലും ഇനി നമുക്ക് ഇത് നമുക്കെന്താ പോവാം. ഇതാണ് ഷോപ്പിൻ്റെ പേര്, ബൈസിക്കിൾ വേൾഡ്. അപ്പോൾ സൈക്കിൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും സ്പോട്ട് കുറച്ച് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇവിടെ സെയിൽസ് മാത്രമല്ല സർവീസും കൂടി വരുന്നുണ്ട്. സൈക്കിളിൻ്റെ പാർട്സൊക്കെ ഹോൾസെയിൽ റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കുന്ന ഷോപ്പാണ് കേട്ടോ. ഇനി നേരെ തലശ്ശേരിയിലേക്ക്.
തലശ്ശേരി പോയിട്ട് ഇതിലും നല്ല ഏതെങ്കിലും ഇവന് ഇഷ്ടാവുകയാണെങ്കിൽ തലശ്ശേരി നിൽക്കല്ലേ. സന്തോഷത്തില സന്തോഷം ടെക്സ്റ്റൈലാ പറഞ്ഞേ. സന്തോഷം സൈക്കിൾ വാങ്ങുന്നുണ്ടോ? നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട ഇനി നേരെ തലശ്ശേരിയിലേക്ക്. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഭയങ്കര ഷേക്ക്. നമ്മള് മട്ടന്നൂരെത്തി. ലിങ്സ് മാളിലേക്ക് ഇരുന്നാ? നമ്മള് ഫുഡ് എവിടുന്ന് കഴിക്കുന്നേ? നിങ്ങള് നാഷണൽ പോകുന്നില്ല? നിങ്ങളെ ഫേവറേറ്റ് തലശ്ശേരി നാഷണൽ ഹോട്ടല്. ഇപ്പൊ സമയത്രയായി? ഇപ്പൊ 1:16 അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ഹോട്ടൽ നിത്യശ്രീയാണ് നമ്മൾ കഴിക്കുന്നത്. തിരക്കുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. ഹോട്ടൽ നിത്യശ്രീ. ഇവിടുന്ന് കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ ഗൈസ്. നിത്യശ്രീ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പുത്തുറമ്പെന്ന് മട്ടന്നൂർ റൂട്ടിൽ. സാമ്പാറിന് ചെറിയൊരു ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മീൻകറിയുണ്ട്, സാമ്പാർ, പപ്പടം, അച്ചാറ്, കൂട്ടുകറിയില്ല, കായും പുഴുക്കും മറ്റേ പോയി അതുപോലെയുണ്ട്. വറവ് ഇങ്ങനെ കറി പോലെ എന്താ നമുക്ക് അറിഞ്ഞൂടാ. ഫ്രൈ ബീഫ്, ചിക്കൻ്റെ കബാബ്, ചിക്കൻ കറി, പിന്നെ വേണ്ടേ ഒരു കല്ലുമുറായി, ഒരു ആട്ടിൻ്റെ തല, ഒരു ഇതൊന്ന് സെറ്റാക്കിയിട്ടാണ്. ശ്രീകുട്ടി എന്നാ ഫ്രൈ വാങ്ങിയ? ഫ്രൈ വാങ്ങി കഴിക്കുന്ന ശ്രീകുട്ടിന് കല്ലുമ്മക്കായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏട്ടൻ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്, ആട്ടിൻ്റെ തലയും തലച്ചോറും എന്തൊക്കെയോ. ഞാൻ അവരൊന്നും പറഞ്ഞില്ല. ഞാൻ അതിൽ നിന്നെല്ലാം ഒന്ന് അടിച്ചു മാറ്റി കഴിക്കാം. അടിയായ ഇവർ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ആട്ടിൻ്റെ തല, കല്ലുമ്മക്കായി, പിന്നെ ആട്ടിൻ്റെ ലിവർ. ഇതെല്ലാം നിങ്ങളെന്നെ കഴിച്ച് തീർക്കുമല്ലോ അല്ലേ? എടുത്തോ, കല്ലുമ്മക്കായി എടുത്തോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ശ്രീകുട്ടി കഴിഞ്ഞോ? ഒരാൾ കല്ലുമ്മക്കായി മാത്രം കഴിക്കുന്നുണ്ട്, ചോറൊന്നും കഴിയില്ല. എനിക്കിഷ്ടായിട്ടില്ല. ഏട്ട മാത്രം എനിക്ക് ഇഷ്ടായിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഇഷ്ടമില്ല. എനിക്ക് ഞാൻ വാങ്ങിയത് പിന്നെ കയ്യിലോ നേഷനിലെ അതിനെ കളച്ചു വെക്കാൻ ഏതുമില്ല. അതും പിന്നെ കണ്ണൂര് എന്തിനും പേരെന്തേനും ആനന്ദപുരം, അവിടുത്തെ കല്ലുമ്മക്കായി അടിപൊളി. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്കിഷ്ടമില്ല. പിന്നെ അത് ഈ ആട്ടിന്റെ തലയും ലിവറും ഒന്നും ബാക്കിയുള്ളവരെ അറിയില്ല. ഒരാൾക്ക് ഓരോ ടേസ്റ്റ്. ലിവർ ഇഷ്ടായി. ആ ടേസ്റ്റ് എല്ലായിടത്തും ഉള്ളവരുണ്ട്. പായസം
നിങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണം. ആ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമായില്ലേ? കുഴപ്പമില്ല, നമ്മളെല്ലാം വെച്ച് നോക്കുമ്പോൾ വേറെ ആൾക്കാർക്ക് അത് നാഷണൽ ടേസ്റ്റ് നമുക്ക് അറിഞ്ഞോണ്ടാ. ആനന്ദഭവനിലെ ആയാലും മസാല വേറെ ലെവലാ. കജുമക്കൈ തലശ്ശേരി എത്തി. ഇതാണ് സ്ഥലം. നമ്മൾ സൈക്കിള് നോക്കല്ലേ. ഇത് തലശ്ശേരി കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അതിയാള് നോക്കുന്നത്. ഗിയർ ഉള്ളതാ. ഞാൻ ആ കളറ് ഓൺലൈനിൽ നോക്കിയപ്പോൾ ശ്രീകുട്ടന് ഈ കളറിന് ഭയങ്കര അല്ലേ, ബ്ലൂവിൻ്റെ 12,500 അല്ലേ? വെറുതെ വെച്ചിട്ട് സ്വിഫ്റ്റ് ചെയ്ത് വെച്ചാൽ കംപ്ലൈന്റ് ആവും. ഗിയറിന്റെ മേലെ യാതൊരു ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഇല്ല. ഗിയർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ ഒരു ഇതാണ് ഫുൾ മാറ്റുന്ന കാണിച്ചു തരും. അത് തന്നെയാണ്. അല്ലാതെ ഇതിന്റെ മേലെ യാതൊരു ഗ്യാരണ്ടി കാര്യങ്ങളില്ല. ശ്രീകുട്ട കേട്ടിനാ ഗിയറിൻ്റെ നോക്കൊന്ന് ചവിട്ടി നോക്ക്. കാലെത്തണില്ല. ഓക്കെയല്ലേ? അത് വീട്ടിലെത്തിയാൽ ശരിയാവും. എനിക്ക് ആ ഒരു ഇത് ഇവിടുന്ന് കിട്ടായിട്ട് ലൈറ്റ് കുറവ് ഇവിടെ. അങ്ങനെ കൺഫേം ആയില്ലേ? സൈക്കിൾ നമ്മൾ റിവീൽ ചെയ്യും. വീട്ടിലെത്തിയിട്ട് റിവീൽ ചെയ്യും. വാങ്ങിയാ സൈക്കിള് നമ്മൾ കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പോവാണ്. നെക്സ്റ്റ് ഒരു ചായയെല്ലാം കുടിച്ച് അങ്ങനെ പോകണം. ഇതെല്ലാം ഇവിടുന്ന് ഇറങ്ങുകയാണ്. TC റോഡ് തലശ്ശേരി. അതൊക്കെ പഴയ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സൈക്കിളിൻ്റെ ഷോപ്പാണ്. നമ്മളിനി ഒരു എന്തായാലും നമ്മുടെ കാറിൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഗിയർ സൈക്കിൾ ആയതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ വന്നിട്ട് ഇനി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. ശ്രീകുട്ടൻ ചാവി കയ്യിൽ തന്നെ ഓടിച്ചിട്ടുണ്ട്. കളറില്ല, ഭയങ്കര ക്ലാരിറ്റി ഇല്ല വീഡിയോ ഒന്ന് കളർ കുറവാണ്. എന്നിട്ട് ഹാപ്പി ഹാപ്പി ഒരാഗ്രഹം പോലെ തന്നെ ഗിയറുള്ള സൈക്കിളാണ് നമ്മളെടുത്തത്. ആദ്യം ഗിയറില്ലാത്ത എടുക്കാന്നുള്ളൊരു ഇതിലായിരുന്നു തീരുമാനം ഇങ്ങനെ വന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച് അവൻ എപ്പോഴും ഗിയറുള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമില്ലേ, അതുകൊണ്ട് ഗിയറുള്ള തന്നെ എടുക്കാന്ന് വെച്ച് ഫൈനലായിട്ട് വലിയ നെയിം എഴുതാം. ഇവന്റെ പേരെന്താണ് ഇടുന്നതെന്ന് അറിയാമോ? സൈക്കിളിന് വിങ്സ്. ഇപ്പോഴേ പേര് പറഞ്ഞു. സൈക്കിളിന്റെ പേരാ വിങ്സ്. ഇനി നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ്. ഒരു ചായയെല്ലാം കുടിച്ചിട്ട് പോവല്ലേ ലേട്ടാ? നീ വീട്ടിലേക്ക് ചായ കുടിക്കാം. ഇപ്പൊ സമയം ഏകദേശം എത്രയായി ശ്രീകുട്ടി? സമയം 4 മണി. 4 മണിയായി. 4 മണിയായി. ശ്രീകുട്ടന് ഇന്നിനി ഉറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല രാത്രി. എന്നാലും കിട്ടിയാലോ രാത്രി ഉറങ്ങാൻ പറ്റില്ല. നാളെ രാവിലെ പിന്നെ ഓടിക്കണ്ടല്ലോ. ഞാൻ 6 മണിക്ക് എഴുന്നേക്കെന്ന് പറയാമേ, എന്നിട്ട് ഞാൻ ഓടിക്കുന്നു പറയും. വെയില് വരുന്നത് വരെ ഓടിച്ചോ. വെയില് വന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ഇനി ശ്രീകുട്ടന് ഫോണ് വേണ്ട, ടാബ് വേണ്ട, TV വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ സ്കൂള് കുട്ടികളെ കുറച്ച് തടിച്ച് ഗുണ്ടപ്പയിലായതാണ്. ഇനിയിപ്പൊ സൈക്കിള് ചവിട്ടി ചവിട്ടി മെലിഞ്ഞ് സൈഡാവല്ലോ ചേട്ടാ.
നമുക്കിനി ഒരു ചായ കുടിക്കണം. ചായ കുടിക്കേണ്ട ടൈമായി. നമ്മളിപ്പം പൂക്കോട് എത്തി. നമ്മുടെ സ്ഥിരം സ്പോട്ടുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചിക്കൻ പക്കോടേൻ്റെ അവിടുന്ന് അടിപൊളി ചായയും ചിക്കൻ പക്കോടയും ഇപ്പം വടയും പരിപാടിയൊക്കെ ഉണ്ട്. എപ്പോഴും അവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഇന്ന് നോക്കാം. ഇന്ന് ആളിൻ്റെ ഒരു ഇതൊക്കെ വരുന്നേ ഉള്ളൂ. 4 ആളൊക്കെ വന്ന് ഇതാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നൊരു ചായ കുടിക്കാം. ഇന്നലെ ഭൂമി അടിച്ചാണ് സ്വപ്നം. ഉച്ചക്കുട്ടിക്കെന്നാണ്ട് ചായക്ക് എന്നാണ്ട് ചിക്കൻ പക്കോട. ശ്രീകുട്ടനോ? ചിക്കൻ. ഇപ്പൊ എല്ലാരും ചിക്കൻ പക്കോടയാ പറഞ്ഞേ. ഞാൻ ചിക്കൻ പക്കോടയാണ്. എന്റെ ഫ്രണ്ടാണ്. നമ്മളെപ്പോഴും ഇവിടുന്ന് കഴിക്കാറുണ്ട്. അധികം വണ്ടി എടുത്ത് വരുന്ന ടൈമില് ഇവിടെ ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ടൊന്നും കഴിക്കാറില്ല. നല്ല ടേസ്റ്റാ ചിക്കൻ പക്കോട. ഒരുപാട് വീഡിയോസ് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. യൂട്യൂബേഴ്സ് തന്നെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഇതിന്റെ ഗാലൻ ചിക്കൻ പക്കോട വരുന്നുണ്ട്. ഇതാ ചിക്കൻ പക്കോട. അപ്പൊ ഒരു പ്ലേറ്റ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 2 ചിക്കൻ പക്കോട തന്നെ പറഞ്ഞേ. ഇതാ എടുത്തു കാണിച്ചേ. ശ്രീകുട്ടിയും ചിക്കൻ പക്കോട തന്നെ കഴിക്കുന്നേ. 2 എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളി അല്ലേ? ഒന്നും പറയാനില്ലോ. അപ്പൊ ഞാനും കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. അടിപൊളിയാണ്. ഇങ്ങനെ ഒരു ചായയും കൂടി കുടിക്കാം. ഇവിടുത്തെ വടയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വട നമ്മള് വീട്ടിലോട്ട് പാർസൽ പറഞ്ഞിട്ടുണ്ട് നൈറ്റ് കഴിക്കാനായിട്ട്. ഈ തട്ടുകടയുടെ പേര് ആനന്ദി തട്ടുകട. ആനന്ദി തട്ടുകട. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല തിരക്ക് വരും. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇവരെ. അതാണ് വീണ്ടും വീണ്ടും ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത്. നമ്മൾ വിങ്സ് ലെവിന് കൈമാറുകയാണ്. വട കിട്ടിയാ പാർസൽ പറഞ്ഞത്? അപ്പം സ്വന്തം ഹീറോ വിങ്സ് ലെവിന് കൈമാറുകയാണ്. ചായ കുടിച്ചേ. ഇതൊന്നും താഴെ കുറിപ്പിക്കറേ. ചിക്കൻ പക്കോട തിന്ന് ചായയും കുടിച്ചു. ഇതിന്റെ പേര് വിങ്സ് എന്നാണ് ഗൈസ്. ഈ സൈക്കിളിന്റെ പേര് വിങ്സ്. ഇനി നമ്മൾ എന്ത് പറയുമ്പോ വിങ്സ് 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 വിങ്സ്. ഹീറോ ഹീറോ എന്ന് പറയില്ല. വിങ്സ് വിങ്സ് വിങ്സ്. കമ്പനി ഏതാ? ഇതില്ല ഹീറോ. ഹീറോ വിങ്സ്. അങ്ങനെ പാർസൽ ഇടേ. ചൂടുണ്ട്. നമ്മളെ നൈറ്റ് ഫുഡ് അല്ലേ ശ്രീകുട്ടി? ഏട്ടനിപ്പോ പുറത്തേക്ക് പോകും. പിന്നെ രാത്രി ഫുഡ് കഴിക്കാറുണ്ട്. നമ്മള് ഫുഡ് തന്നെ നേരെ വീട്ടിലേക്കല്ലേ. അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി. എല്ലാം കഴിഞ്ഞ് സൈക്കിളെല്ലാം വാങ്ങി. സൈക്കിൾ ഒരു 5:30 അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിക്കും ഓട്ടോയില്. അപ്പോൾ സൈക്കിൾ എന്തായാലും അടുത്ത വീഡിയോയിൽ റിവീൽ ചെയ്യും അല്ലേ. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ശ്രീകുട്ടൻ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളെ 2 പേരും ചേഞ്ച് ചെയ്തില്ല. നമ്മള് ഇനിയിപ്പോ അവന് സൈക്കിൾ കൊണ്ടുവന്ന് ഒന്ന് ഓടിച്ച് ഒന്ന് ആർമാദിച്ചിട്ടാണ് ഇനി കുളിയെല്ലുള്ളു. പോകുമ്പോ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നയാള്. ഇനിയിപ്പോ ഒന്ന് സൈക്കിളെല്ലാം ഓടിച്ച് ഇതാക്കി കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി കുളിക്കണം. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവരോടും ബൈ.